എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഇന്നലെ ISLിൽ നടന്ന മത്സരത്തെ പറ്റിയാണ്. അതെ, ഇന്നലെ ISLിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട്. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൊണ്ട് 9ാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രിയസ് ഡയമൻഡോക്കോസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു വിജയ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ISLിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അതെ, 12 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 1ാം സ്ഥാനം നിൽക്കുന്നത്. 2ാം സ്ഥാനമാവട്ടെ 9 മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റുമായി കൊണ്ട് FC ഗോവയാണ് 2ാം സ്ഥാനം നിൽക്കുന്നത്. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ വിക്കോമനോവിച്ച് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനോട് ജീക്സൺ സിംഗിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ജീക്സൺ സിംഗ് എന്ന് തിരിച്ചു വരും. അതിന്റെ മറുപടിയെ കൊണ്ട് ഇവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ജീക്സൺ സിംഗ് ഫെബ്രുവരിയിൽ തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും താരത്തിന് ഉടനെ തന്നെ തിരിച്ച് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളത് ഒരു സൈനിങ്ങിനെ പറ്റിയാണ്. അതെ, നിലവിൽ വരുന്ന റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചുകൊണ്ട് ISLിലെ പോയിന്റ് ടേബിളിൽ ടോപ്പ് നിൽക്കുന്ന ഒരു ടീം സ്പെയിൻ താരമായിട്ടുള്ള ഫ്രാൻ കാർനെർക്കർ എന്ന് പറയുന്ന ഒരു താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന പൊസിഷൻ എന്ന് പറയാനുള്ളത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് ഇദ്ദേഹം കളിക്കാറുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ആവശ്യമുള്ളത് 2 ടീമുകൾക്കാണ്. അതെ, FC ഗോവയ്ക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും. നിലവിലെ പ്രമുഖ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർഗുലോവിന്റെ റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചുകൊണ്ട് ഈ താരം നിലവിലിപ്പോൾ FC ഗോവയുമായി ഒരു കരാറും ഏർപ്പെട്ടിട്ടില്ല. അതായത് ഇദ്ദേഹം FC ഗോവയിലേക്ക് വരികയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലായിരിക്കോ ചിലപ്പോൾ ഇദ്ദേഹം വരിക എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകളൊക്കെ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.